കിട്ടുള്ളൂ. ജീരകം ഇവിടെ ഉണ്ടോ? ജീരകം പൊടിയ ജീരകത്തിന്റെ ഒപ്പം അരച്ച പോലെ. അത് അരച്ചാ മതി എന്നാലേ. നമ്മളെ മഴയൊക്കെ ഗംഭീരായി വരുന്നില്ലേ? പെയ്യുന്നുണ്ട്, എന്നാലും പെയ്തു ഇന്നും പെയ്തു. ഈ നാളെ നല്ല മഴ എന്നൊക്കെ കേൾക്കാണ്ട്. അപ്പൊ എന്തായാലും മഴക്കാലത്ത് നമ്മള് കഴിക്കേണ്ട ഒരു ആഹാരമാണ്. തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖം കിട്ടും. പനി ഉണ്ടെങ്കിൽ മാറും, ജലദോഷം മാറും. അതിനൊക്കെ ഉള്ളൊരു പോംവഴിയാണ് ഇട്ടത്. ഒരു പ്രത്യേക സ്പെഷ്യൽ രസം എന്താ വെച്ചാല് കഷ്ണങ്ങളൊന്നും വേണ്ട, പരിപ്പ് വേണ്ട, അങ്ങനെയുള്ള രസമാണ്. അത് ഉണ്ടാക്കിയത് പണ്ടത്തെ കാലത്ത് അച്ഛൻ പഠിപ്പിച്ചു തന്നതാണ്. പിന്നെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചു. ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഞാനും ഏട്ടനൊക്കെ ചെറുപ്പമാണല്ലോ. അന്ന് തന്നെ അമ്മ മരിച്ചതുകൊണ്ട് അച്ഛനാണ് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നതും ചെയ്യിക്കുന്നതും ഒക്കെ. അപ്പം അങ്ങനെ അച്ഛൻ പറഞ്ഞു തന്ന വിദ്യയാണ് ഇട്ടത്. കുരുമുളകും ചാറ് എന്ന് പറയും, ചിലർ കുരുമുളക് രസം പറയും. അപ്പം ഇത് നമുക്ക് വെറുതെ കുടിക്കാൻ സുഖമാണ്. അപ്പം ഞങ്ങൾക്ക് വെറുതെ അങ്ങനെ കുടിക്കാൻ വയ്യ. അപ്പോൾ ഞങ്ങൾ ചോറിൽ കൂട്ടി കഴിക്കുക, ഇടയ്ക്കിടയ്ക്ക് കഞ്ഞി കുടിക്കുമ്പോൾ ലേശം ഒഴിച്ച് കുടിക്കും, വെറുതെ ക്ലാസ്സിലും കുടിക്കുക. അപ്പം അങ്ങനെയൊക്കെ 2 ദിവസം കൊണ്ട് തൊണ്ടവേദനയാണ്, ജലദോഷം എന്തൊക്കെ ചക്ക പമ്പ കിടക്കും. അതിന്റെ പണിയാണ് കേട്ടോ. ഇത് കുരുമുളക് നല്ല എളുപ്പമാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ. ഇത് അത്ര സാധനങ്ങളെ കുറച്ച് പുളിയും വേണം. എന്താ വെച്ചാൽ പുളി ഉണ്ടാകുമ്പോൾ ഇനിയിപ്പോ 2 ദിവസം നമുക്ക് അന്നൊന്നും ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ, അടച്ച് വെച്ചാൽ പുളി ഉള്ളതുകൊണ്ട് ലേശം പുളി ഒഴിക്കേണ്ടി അധികമൊന്നും പാടില്ല. അപ്പൊ നമുക്ക് കേട് വരാതിരിക്കും, 2-3 ദിവസം ഉപയോഗിക്കാം. പിന്നെ കുരുമുളകും നല്ലതാണല്ലോ. അപ്പൊ കുരുമുളകും ജീരകമാണ് ഇതിന് മെയിനായിട്ടുള്ളത്. പിന്നെ 2 കരുവേപ്പിൻ്റെ ഇല വേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. പിന്നെ വേണമെങ്കിൽ ലേശം വെളിച്ചെണ്ണൊക്കെ. അപ്പോൾ ചോറിന് നല്ല സുഭിക്ഷമായിട്ട് കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പൊ നമ്മള് പരിപ്പും തക്കാളി ഇല്ലല്ലോ, പരിപ്പില്ലല്ലോ, കായ ഇല്ലല്ലോ എന്നൊന്നും വിചാരിച്ച് സങ്കടപ്പെടണ്ട. ശർക്കര വേണോ അതിന്? ശർക്കര ഒന്നും വേണ്ട, നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇന്ന് കൽച്ചട്ടിയിലായിക്കോട്ടെ. ഏത് ഗ്യാസാ കത്തിക്കണം അമ്മ? അവിടെ ഇവിടെ ഗ്യാസ് ഇതാണ് കത്തിക്കാൻ. ഇത് കത്തിക്കണം, ഏതാ കത്തിക്കട്ടെ പറഞ്ഞോളൂ. ഇത് കത്തിക്കാം. ആയിക്കോട്ടെ. അതപ്പുറത്ത് മതിയോ? ലൈറ്റർ അതാണ്. അപ്പൊ ഇത് ആദ്യം അരച്ചിരിക്കണ്ടേ? ആദ്യം നമുക്ക് മിക്സിയുടെ ചെറിയ, പണ്ടൊക്കെ അമ്മിയിലാണ് അരക്കുക, ഇന്നിപ്പോ നമ്മള് മിക്സിയുടെ ജാറാണ് എടുക്കണത്. അരക്കണം, അപ്പൊ അവിടെ ചതയ്ക്കാൻ പറ്റില്ല, അരച്ചിട്ട് വേണം. അത് ഞങ്ങൾ ചതയ്ക്കാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു ഒന്ന് അരച്ചുണ്ടാക്കാന്ന്. അരച്ചിട്ടല്ല അപ്പൊ നമ്മളിങ്ങനെ മിക്സിയുടെ ജാറില് ഇതാ കുരുമുളകൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതാട്ടോ. കുറച്ചു നേരം കുതിർത്താൻ ഇട്ടതാണ്. ഇതൊക്കെ ഇതിലേക്ക് ഇടാം. ജീരകം ഒപ്പിടണോ അതോ അരച്ച് കഴിഞ്ഞിട്ട് ജീരകം ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്, കുടിച്ചിട്ടുണ്ട് പണ്ട് മുത്തശ്ശ ഉണ്ടാക്കിയ സമയത്ത്. പക്ഷെ കൊറേ പ്രധാനമാണ് കുരുമുളകും ചാറ് ഉണ്ടാക്കുക. കുരുമുളകും ചാറ് പിന്നെ അതും ഉണ്ടാവും. പിന്നെ ചക്കയുണ്ട് മുളകൂശ്യം, അതാണ് അച്ഛന് ഇഷ്ടമുള്ള. അരയ്ക്കാതെ വെളിച്ചെണ്ണ ഒഴിക്കുക, 2 കരുവേപ്പിൻ്റെ ഇല ഇടുക. അങ്ങനെയാണ് അന്ന് അച്ഛൻ കഴിക്കുക. പിന്നെ പഴുത്ത ചക്കൊണ്ട് സാമ്പാർ വെക്കും. ഒക്കെ അച്ഛൻ നല്ല ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് അരച്ചെടുക്കാം. അപ്പൊ ഇനി നമ്മള് ഈ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. കഴുകി വെച്ചതാണ്, ജീരകമൊക്കെ കുതിർത്തി വെച്ചതാണ്, കുരുമുളകും കുതിർത്തി വെച്ചതാണ്. ഞാൻ ഇരിക്കുകയാണ്. അപ്പൊ കുരുമുളകും ജീരകവും കൂടിയില്ലേ നമ്മളെ രസം ഉണ്ടാക്കാനുള്ളതാണ്. അപ്പൊ നല്ലോണം അരിഞ്ഞു, നല്ല വാസന വരുന്നുണ്ട്. അപ്പൊ ഇത് കരച്ചട്ടിക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് ഇന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ലേശം പുളി ഒഴിക്കുക, ഉപ്പിടുക. അപ്പൊ ചെയ്യട്ടോ, കരുവേപ്പില എടുത്തോണ്ടിരാ. അപ്പൊ നമ്മള് ഗ്യാസൊക്കെ കത്തിക്കായി. നമ്മള് കുരുമുളകും ജീരകവും കൂടെ അരച്ചതാണ് കേട്ടോ. ഇതിലിട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം എത്ര വേണ്ട അമ്മ പറഞ്ഞോളൂ. മതി മതി. ഇനി അതുകൊണ്ട് ഒഴിച്ചു ആ വെള്ളം കൂടി. പിന്നെ പുളി ഒഴിക്കുന്നതല്ലേ? ശരി, അത് മതി. നല്ലൊന്ന് ഇളക്കുക അല്ലേ? ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ടാ പുളി ഒഴിക്കുക. അതെ, ഒന്ന് വേവണം. കുരുമുളകും ജീരകവും കൂടെ ഒന്ന് വെന്ത് നല്ല സ്വാദാവണം അല്ലേ?
ഇപ്പം രണ്ടും കൂടെ നല്ല വെന്തൊരു യോജിപ്പാവണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. ഇപ്പൊ നിങ്ങളെ വീട്ടില് പച്ചക്കറികളും പിന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എന്തായാലും ഉണ്ടാക്കി രസം ഉണ്ടാക്കാൻ എളുപ്പമാണ്. അത് മഴക്കാലത്ത് ഇതിന് ടേസ്റ്റ് ഉള്ളൂ അമ്മു. ആണോ? ആ മഴക്കാലത്ത് നമുക്ക് തൊണ്ടയ്ക്ക് നല്ലത് കിട്ടാൻ വേണ്ടിട്ടല്ലേ. ആ ശരി. സാധാരണ ഇപ്പൊ ഈ കുരുമുളകൊന്നും അധികം ഉപയോഗിക്കില്ലല്ലോ. അതെ അതെ. മുത്തശ്ശിക്ക് കുരുമുളക് ഇഷ്ടമല്ലേ ഒന്നുണ്ട് അല്ലേ? കുരുമുളക് ഇഷ്ടമാണ്. ഏ കാണാനൊക്കെ നല്ല അല്ല മുത്തശ്ശി ചക്കശ്ശേരി ഉണ്ടാക്കുമ്പോ ചക്ക കൂട്ടാനിലൊന്നും ഇടാൻ സംഭവിക്കില്ല. ജീരകം അധികം ഇഷ്ടമല്ലാത്ത. കുരുമുളക് ആകുമ്പോ വേണ്ട പറയലുണ്ടല്ലോ എന്നോട്. ചക്ക കൂട്ടാൻ കുരുമുളക് ഇടാറില്ല. ഞാൻ പൊടിയിട്ടാൽ വെറുതെ അരക്കാതെ ആവുമ്പോ അരക്കണേല് കുരുമുളകിന്റെ ആവശ്യമില്ല. ഞാൻ കുറച്ചിടും. വൈകുന്നേരം മുളക് കൂഷ വെക്കണേലാണ് കുരുമുളക് ഇടുക. ഇതെന്താ അവസ്ഥ? തിളച്ചു തുടങ്ങി. തിളക്കണല്ലേ ഉള്ളൂ. ഇത്ര മതി, കുറച്ചുകൂടെ വെള്ളം ഒഴിക്കോ? നമ്മളെ കുഞ്ഞിക്കാൽച്ചട്ടി എല്ലാവർക്കും ഇഷ്ടായോ എന്നുള്ളത് പറയൂ, കമന്റ് ചെയ്യൂ. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയതാണ്. അന്ന് ഇതിന് എത്രയായിരുന്നു? 700 750 നമ്മളവിടെ നിന്ന് ഇങ്ങനെയൊന്നും കിട്ടാനില്ലേ. അപ്പൊ അവിടെ ഓൺലൈനിലുണ്ട് കേട്ടോ. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഹൗസ് വാമിങ്ങിന് ഞാൻ അതാ ഗിഫ്റ്റ് കൊടുത്തത്. ഓൺലൈനിൽ കൽച്ചട്ടി ഉണ്ട്. അത് അന്ന് അമ്മ അവിടുന്ന് വാങ്ങിയതാവും. അതെ, അതിനൊരു 2500 3000-നുള്ളിലൊക്കെ കിട്ടും. നമുക്കിപ്പോ നിങ്ങൾ ഇതേപോലെ വീട്ടിലേക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. ആയിക്കോട്ടെ, എല്ലാവർക്കും വാങ്ങാലോ. ചിലവരൊക്കെ ചോദിക്കാറുണ്ട്. അത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇത്ര ചെറുതല്ല, കുറച്ചുകൂടെ വലിപ്പുണ്ട്. ഇത് നമ്മളെ മറ്റേ വലിയ ഇതിന്റെ അടപ്പാ ഞാൻ എടുത്തോണ്ടത്. ഇതിന് അടപ്പില്ലല്ലോ. അതെ, അങ്ങനെ അടയ്ക്കുമ്പോ ചൂടങ്ങനെ നിക്കും, കാണാനും ഭംഗിയാണ്. വലുതിന്റെ ആണ്, പക്ഷെ എന്നാലും ചെറുതിന് പാകാലോ. അതെ. അപ്പൊ നമ്മളെ രസമൊക്കെ ഇതാ തിളച്ചും കൊണ്ട് വരുന്നുണ്ട്. ഇനി ഇതുണ്ടല്ലോ, ഇതിങ്ങനെ താത്തിയാലും ഈ തളങ്ങനെ നിൽക്കും. ഉണ്ടോ? കൽച്ചട്ടിയുടെ ഗുണം അതാണ്. നല്ല വാസന ജീരകത്തിന്റെയും കുരുമുളകിന്റെ ഒക്കെ അതിങ്ങനെ വെന്ത് വരുമ്പോഴേ. ഉപ്പിട്ട് കൊടുത്തോളൂ. ഉപ്പിടാം. ഉള്ളും കൂടി ഇട്ടോളൂ. ഇനി എന്താ ചെയ്യണ്ടേ? പുളി ഒഴിക്കുക. വേഗാവും. വലിയ വേവൊന്നുമില്ലേ. അതെ, നമ്മളിപ്പോ ഒന്ന് ഇതാക്കാൻ വെച്ചില്ലേ കുരുമുളകും ജീരകവും കൂടെ. ഇപ്പൊ എങ്ങനെയുണ്ട് നോക്കട്ടെ ഞാൻ. എരിവുണ്ടോ നല്ലോണം ഒക്കെ നോക്കട്ടെ കേട്ടോ. എരിവുണ്ട്. കുരുമുളകിന്റെ ആ ടേസ്റ്റ് നല്ല ഉണ്ട്. കഞ്ഞിയൊന്ന് കഴുകട്ടെ. ഞാൻ പുളി ഒഴിക്കട്ടെ. ഓക്കെ. ആ, തൊണ്ടൊക്കെ എടുത്ത് തുറക്കും. ചുമയൊക്കെ ആയിട്ട് തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിലേ കബൊക്കെ കെട്ടി നിക്കണ്ടാവില്ലേ. ഇതൊക്കെ വേണം. നാമുന് പറ്റിയതാ. പനിയാ ആണ്. അമ്മ ഒന്നും അങ്ങനെ അധികം മിണ്ടാത്ത വയ്യാത്തോണ്ടാ. അതെ. അച്ഛൻ ചിലപ്പോ ഇടയ്ക്കിടയ്ക്ക് നല്ല കുടിച്ചോളും. അതെ അതെ. അച്ഛൻ അങ്ങനത്തെ വൈദ്യങ്ങളൊക്കെ ഇഷ്ടമാണല്ലോ. അതെ, നാടൻ വൈദ്യം. പണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെ. ഡോക്ടറെ അടുത്ത് പോലൊന്നും ഇല്ല. തൊണ്ടവേദന മല്ലിയിലൊന്നും വേണ്ട, മല്ലിയിലൊന്നും വേണ്ട. കരിവേപ്പിലേ വേണ്ടു. തിളച്ചിട്ട് ഇളക്കിയാൽ മതി. അതാ തിളച്ച് വന്നു. ഞങ്ങൾക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടു. തിളച്ചു. ഗ്യാസ് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തില്ല. ഓഫ് ചെയ്യായി. ഓഫ് ചെയ്തോളൂ. ഇതൊന്നും ഇതിലിരുന്നാലും ഒന്ന് തിളക്കും. അതാ തിളച്ചോണ്ടിരിക്കുന്നു. അയ്യോ, പോവോ? ഇല്ല. ഞാൻ എന്നാ ലേശം ചോറും ഈ രസവും മാത്രം കൂട്ടി കഴിക്കാം. അപ്പൊ ഇത് ഉപ്പ് നോക്കണോ? ഇനി ഉപ്പിട്ട് കൊടുക്കണോ നോക്കൂ. ഇതാണ് കൽച്ചട്ടിയുടെ കുട്ടൻസ്. എന്താ വെച്ചാൽ നമ്മള് തിളച്ചിട്ട് ഗ്യാസ് കെടുത്തി വെച്ചാലും കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ തിളയ്ക്കും. അപ്പൊ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. നമ്മളെ കുരുമുളക് രസം ഒന്ന് കൂട്ടി നോക്കി കുറച്ച് ഊണ് കഴിക്കട്ടെ. മഴക്കാലത്ത് നല്ല സ്വാദാണ് കേട്ടോ. കൂട്ടുകാരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഇതിന്റെ റെസിപ്പി നമ്മുടെ മുത്തശ്ശിയുടെ ചാനലില് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും ഞാൻ കഴിക്കട്ടെ. കുറച്ചും കൂടെ ഒഴിക്കുമ്പോ എന്നാലേ അതിന്റെ ഒരു കറക്റ്റ് ചൂടുണ്ടോ? ചൂടുണ്ട്. പോരെ? എന്നാ ഊണ് കഴിക്കട്ടെ. നല്ല ചൂട്. അമ്മ അവിടെ ഊണ് തുടങ്ങി സൈഡില്. ഞാൻ കുറച്ച് രസവും
അമ്മക്ക് രസം ഉണ്ടാക്കി കണ്ടപ്പോഴേക്കേ ഊണ് കഴിക്കാണ്ട് ഇനിയിപ്പൊ മഴ പെയ്യേ അപ്പൊ അതിന്റെ മുന്നേ ഞാൻ കഴിക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ കൂട്ടുകാരൊക്കെ വേണമെങ്കിൽ പറയും ഇതിനെപ്പോഴും കഴിക്കലെന്നെ പണി, വെറുതെ അല്ലാതെ ഇങ്ങനെ തടിയായിട്ട് അങ്ങനെ പറഞ്ഞാൽ പിടിച്ച സൂപ്പൊക്കെ ഞാൻ ചൂടോടെയാണ് കഴിക്കുന്നത്. അപ്പൊ ഇത് ചൂടാറി പിറ്റേ ദിവസം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ചൂടാക്കിയിട്ട് വേണം ഇത് കഴിക്കാൻ. അങ്ങനെയാണ് കുരുമുളകിന്റെ രസത്തിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പൊ ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലേ? അതെ അതെ. അമ്മ ബൈ കൊടുത്തോളൂ. ബൈ.